എന്റെ പൊന്നുത്തമ, ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നെ കൊണ്ട് ഇങ്ങനെ പെണ്ണ് കാണാൻ നടക്കുന്നതല്ലാതെ നിന്റെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്കൊരു കാര്യം അറിയോ? നിനക്ക് വേണ്ടി പെണ്ണ് നോക്കി എനിക്കിപ്പോ എന്റെ പിള്ളേരെ നോക്കാനുള്ള സമയമില്ല. കണ്ടോ, എനിക്കൊന്നും ഇവനോട് പറയാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് അവനൊക്കെ ദേഷ്യം വന്ന് പല്ലങ്ങ് കടിക്കും. ദേഷ്യം വന്ന് പല്ല് കടിച്ചല്ലേ ഞാനത്? പിന്നെ ഇപ്പൊ പെണ്ണ് കാണാൻ പോയ വീടില്ലയോ, അവിടുത്തെ ഒരു അരിമുറുക്ക് എടുത്തിട്ട് പോക്കറ്റ് ഇട്ട് അത് ഞാൻ ചവച്ച ശബ്ദമാണ് കേട്ടത്. എന്റെ ഉത്തമ, നീ ഈ പെണ്ണ് കാണാൻ നടക്കുന്നത് അരിമുറുക്കും വറുത്തതും പൊരിച്ചതും തിന്നാനാണോ? ഇങ്ങനെയാണെ നീ കൊളസ്ട്രോൾ വന്ന് ചാവത്തേ ഉള്ളൂ. ഈ ചടങ്ങ് നടന്നേനെ, ഈ പെണ്ണ് സമ്മതിച്ചേനെ. ഇവന്റെ ഒരു ഒറ്റ കാരണമാണ് ഇത് മുടങ്ങിയത്. ഞാൻ ഒറ്റ കാരണമൊന്നുമല്ല. ആ പെണ്ണിന്റെ അച്ഛൻ എന്തോ വർത്തമാനം എന്നോട് പറഞ്ഞത്. പെണ്ണിന്റെ അച്ഛൻ വർത്തമാനം പറയപ്പെടാ. ആ പെണ്ണ് ചായയും ബിസ്ക്കറ്റുമായിട്ട് വന്നപ്പോ നീ എന്തുവാ കാണിച്ചത്? ഞാൻ ആ ബിസ്ക്കറ്റ് എടുത്തിട്ട് പെണ്ണിന്റെ മുഖത്തോട്ട് നോക്കി ചായക്കകത്ത് മൂക്കി പിടിച്ചു. ആ ബിസ്ക്കറ്റ് കുതിർന്ന് ചായക്കകത്ത് വീണു. ഞാൻ അത് ഇങ്ങനെ കൈ കൊണ്ട് കറക്കിട്ട് ഗിൽക്ക് ഗിൽക്ക് ഗിൽക്കുന്നുണ്ട് കുടിച്ചു. കുടിച്ചപ്പോ ആ പെണ്ണിന്റെ തന്ത എന്നോ എന്നോട് പന്നവർത്താനം പറഞ്ഞത്. പറയ് എന്തോ അച്ഛൻ പറഞ്ഞത് നീ തന്നെ പറ. പക്വതയില്ലാത്ത കിണുങ്ങാമണിയെ എന്റെ കൊച്ചിനെ കല്യാണം കഴിച്ച് കൊടുക്കത്തില്ലെന്ന്.